കൊച്ചി പള്ളുരുത്തിയിൽ കത്തിക്കുത്ത് ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റൊരാൾക്ക് പരിക്കേറ്റു. കച്ചേരിപ്പടി സ്വദേശി ലാൽജുവാണ് മരിച്ചത്. കൊല്ലപ്പെട്ട ലാൽജു 2021 ലാസർ കൊലക്കേസിലെ രണ്ടാം പ്രതിയാണ്. എബിൻ ജോസ് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. എബിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, രാത്രി 8 മണിയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. നമ്മളിപ്പോൾ ആ സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ കാണുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ലാൽജുവിന് കുത്തേൽക്കുന്നത്. കൂടെ ജോജി എന്ന ആൾക്കും കുത്തേൽക്കുണ്ടായി. ഫാജിസ് എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ഈ ആക്രമണത്തിന് പിന്നിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട ലാൽജു ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. 2021 ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പ്രതിയാണ്. കുത്തേറ്റ ലാൽജുവിന് ആശുപത്രിയിലെത്തിക്കുകയും മരണം സംഭവിക്കുകയായിരുന്നു. ജോജി പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഫാജിസ് എന്നയാളാണ് ഈ കൊലയ്ക്ക് പിന്നിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രദേശവാസികളടക്കം പറയുന്നത് അങ്ങനെയാണ്. ഏതായാലും പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇത് എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയാണ് ഇത്? പ്രതികളൊക്കെ ഇവിടെയുള്ള ആളുകളാണോ? പ്രതി ഇവിടെയുള്ള ആളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രാത്രി ഒരു 8 മണിക്ക് ശേഷമാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ലഹരി അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള ആണോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവത്തിന് പിന്നിലുണ്ടോ? അങ്ങനെ തന്നെയാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. സംഭവം നടക്കുമ്പോൾ ഞാനിവിടെ ഇല്ല. ഇവിടെ എത്തുമ്പോൾ സംഭവം കഴിഞ്ഞിരുന്നു. പോലീസുണ്ട്, നാട്ടുകാരുണ്ട്. അപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് അവർ നൽകിയ വിവരങ്ങളിൽ നിന്ന് അറിഞ്ഞത് ലഹരി സംഘങ്ങളിൽ തന്നെയുള്ള ആളുകൾ തമ്മിലുള്ള തർക്കങ്ങളും മൽപ്പിടുത്തത്തിലുമാണ്. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് കത്തിക്കുത്ത് നടന്നുള്ളതെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ ഇത്തരം എന്തെങ്കിലും സംഭവങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇടയ്ക്കില്ല. ഈ അടുത്ത കാലത്തെങ്ങും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. ഏതായാലും പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ഈ കൊല്ലപ്പെട്ടയാളും അതുപോലെ തന്നെ മറ്റ് ആക്രമിയൊക്കെ ഉള്ള ആളുകളെല്ലാം തന്നെ ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ ലഹരി കേസുകളിലും പ്രതികളാണ് എന്നൊക്കെയാണ് സൂചനകൾ ലഭിക്കുന്നത്. ഏതായാലും പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉമേഷ്, എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ലഹരി സംഘങ്ങൾ ഏറ്റുമുട്ടി ഒരാൾ കൊല്ലപ്പെട്ടു.